നമസ്തേ. ഞാൻ നിങ്ങളോടൊപ്പം എരമത്തൂർ സുരേഷ് സരിക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ഒത്തിരി ദിവസത്തിന് ശേഷമാണ് കാണുന്നത്. തിരക്കുകൊണ്ടാണ്. ഞാൻ പാട്ട് ചെയ്യണമെന്നൊക്കെ ഓരോ ദിവസം വിചാരിക്കും, പക്ഷേ ഓൺലൈൻ ക്ലാസ്സുകളുടെ തിരക്കുകൾ കൊണ്ടാണ് പാട്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ ഒച്ചയ്ക്കൊക്കെ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ന് 12 ശ്രുതികൾ എങ്ങനെയാണ് വായിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. ഇത് അറിയാത്തവർക്കിത് നിങ്ങൾ കണ്ടുപഠിച്ചാൽ ഇത് പ്രയോജനപ്പെടും. നമുക്കറിയാം, സംഗീതത്തിൽ പ്രധാനമായിട്ടും 12 ശ്രുതികളാണുള്ളത്. അവയെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു സാ മുതൽ അടുത്ത സാ വരെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് 7 സരിഗമപധനി എന്ന് പറഞ്ഞ 7 നോട്ടും അതിനകത്ത് വരുന്ന 5 കറുപ്പുകട്ടയിൽ വരുന്ന നോട്ടുകൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ നമ്മൾ 12 ശ്രുതികളെന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെ ക്രൊമാറ്റിക് സ്കെയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്രൊമാറ്റിക് സ്കെയിൽ നല്ലതായിട്ട് വലത് കൈക്കും ഇടത് കൈക്കും വായിച്ച് പഠിച്ചാൽ ഒരു ഗുണമെന്ന് പറയാനില്ല. ഓരോ ശ്രുതിക്കും, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സ എന്ന് പറഞ്ഞ ശ്രുതി എടുക്കുകയാണെങ്കിൽ, ഈ സ എന്ന് പറഞ്ഞ ശ്രുതി സഞ്ചരിക്കുന്ന ഒരു വഴിയുണ്ട്, അതിന് നമ്മൾ റൂട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രീ സഞ്ചരിക്കുന്ന ഒരു വഴിയുണ്ട്. ഈ നോട്ടുകളെല്ലാം തന്നെ സഞ്ചരിക്കുന്ന വ്യത്യസ്തമായ വഴികളിലൂടെ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആദ്യം നിങ്ങൾ അങ്ങനെ അത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ തുടക്കം മുതൽ കാണണം. വീഡിയോ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യരുത്. ശ്രദ്ധയോടെ പഠിക്കണം. ശ്രദ്ധയോടെ പഠിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു കാര്യമാണ് നിങ്ങൾ സംഗീതത്തിൽ സാധിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അടിസ്ഥാനപരമായ കാര്യത്തിൽ എപ്പോഴും ഒരു വീട് നമ്മൾ വെക്കുമ്പോഴും അതിൻ്റെ അടിസ്ഥാനം കറക്റ്റ് അല്ലെങ്കിൽ അതിന് നിലനിൽപ്പുണ്ടാകില്ല. കാണാനൊക്കെ ഭംഗി കാണും, പക്ഷെ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ശക്തമായ കാറ്റോ മഴയോ ഒക്കെ വന്നാൽ അത് ഇടിഞ്ഞു വീഴുന്നതായിട്ട് കാണും. അപ്പം നമ്മുടെ സംഗീതത്തിൻ്റെ ഫൗണ്ടേഷൻ ഇപ്പോൾ നിങ്ങൾ ബിൽഡപ്പ് ചെയ്യുമ്പോൾ വളരെ സ്ട്രോങ് ആയിരിക്കണം. സംഗീതത്തെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാവുന്ന ഒരു അധ്യാപകൻ്റെ അടുക്കൽ വേണം നിങ്ങൾ സംഗീത പരിശീലനം അഭ്യസിക്കേണ്ടത്. ഇല്ലെങ്കിൽ റോങ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, നിങ്ങൾ മിസ്ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ റീകറക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ശരി, എന്തായാലും ഞാൻ ഈ വീഡിയോ 12 ശ്രുതികൾ അല്ലെങ്കിൽ ക്രൊമാറ്റിക് സ്കെയിൽ എന്നുള്ള ഈ ഒരു പാഠം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് നോട്ട് മധ്യസ്ഥായി ഷഡ്ജത്തിൽ വിരൽ വയ്ക്കുക. ഞാൻ 12 ശ്രുതികൾ എങ്ങനെ വായിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ ക്രൊമാറ്റിക് സ്കെയിൽ എങ്ങനെ വായിക്കുന്നു എന്നാണ് കാണിക്കാൻ പോകുന്നത്. തള്ളവിരൽ അടുത്ത അതിൻ്റെ മുകളിൽ കാണുന്ന ഈ സി ഷാർപ്പ് എന്ന് പറഞ്ഞ വിരല് നോട്ട് നിങ്ങൾ നടുവിരൽ കൊണ്ട് വേണം വായിക്കാൻ. കിട്ടിയോ? അപ്പം ആദ്യം ഞാൻ വായിച്ച തള്ളവിരൽ കൊണ്ടാണ് വായിച്ചത്. സി ഷാർപ്പ് എന്ന് പറഞ്ഞ നോട്ട് വായിച്ചത് നടുവിരൽ കൊണ്ടാണ്. അപ്പോൾ ഈ ഫിംഗറിൻ്റെ നമ്പർ നിങ്ങൾ 1 3 എന്ന് എഴുതണം. 1 3 എന്ന് പറഞ്ഞാൽ വലത് കൈയുടെ 1ാമത്തെ വിരലും 3ാമത്തെ വിരലും എന്നാണ് അർത്ഥം. എഴുതി വയ്ക്കുക. ഇതിന് നമ്പറിങ് നിങ്ങൾ പഠിക്കണം. അപ്പം 1 3 എന്ന് പഠിച്ചു. അടുത്ത ഡിയും ഡി ഷാർപ്പും വായിക്കാനും ഈ 1 3 തന്നെ ഉപയോഗിച്ചാൽ 1 3. അടുത്ത നോക്ക്, ഇവിടെ 2 വെള്ളക്കട്ടയും പിന്നെ വരുന്നൊരു കറുത്ത കട്ടയും വരുന്നത്. അതായത് ഈ എഫ് ഷാർപ്പ്. അതിന് നമുക്ക് 1 2 3 എന്ന് ഉപയോഗിക്കാം. അതായത് തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് വായിച്ച് നോക്കാം. 1 3 1 3 1 2 3. പടപടാന്ന് വായിച്ചു പോകരുത്, അത് സ്ലോയിൽ വായിച്ച് പഠിക്കണം. അതിനുശേഷം ജിയിൽ, അതായത് ജിയിൽ നമ്മൾ തള്ളവിരൽ വെച്ചിട്ട് ഇവിടെയും 1 3 1 3 1 2 ഇവിടെ കിട്ടും. ചുരുക്കം പറഞ്ഞാൽ ഈ കറുപ്പ് കട്ടുകളെല്ലാം നടുവിരലുകൊണ്ടാണ് വായിച്ചത്. പിന്നെ ഈ 2ാമത്തെ വിരലിൻ്റെ ഉപയോഗം വന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഇക്കും എഫിനും ഇടയിൽ വന്നു, കാരണം അതിൻ്റെ ഷാർപ്പില്ല. അതുപോലെ തന്നെ ലാസ്റ്റിൽ വന്ന ബിക്കും സിക്കും ഇടയിൽ വന്നു. ഒന്നുകൂടെ നോക്കി, ഞാൻ വിരൽ നോക്കിയോളൂ. 1 3 1 3 1 2 3 1 3 1 3 1 2.
മനസ്സിലായല്ലോ? ഇതുപോലെ തന്നെ തിരിച്ചു വരണം. 2 1 3 1 3 1 3 2 1 3 1 3. ഇവിടെ കിട്ടിയോ? ഇങ്ങനെ നിങ്ങൾ ആദ്യം വായിച്ച് ഇത് പഠിച്ചിട്ട് ഇതിൻ്റെ അസെൻഡിങ് ഓർഡർ, ആരോഹണവും അവരോഹണവും നല്ലതായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടോ ഇല്ലയോ? അപ്പം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച ഭാഗവുമായിട്ട് നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. വേറെ സാറന്മാരുടെ വീഡിയോസ് കണ്ടിട്ട് സാറേ അതല്ലാത്ത അങ്ങനെയാണല്ലോ, അല്ല ഇതിനകത്ത് ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, ദയവായിട്ട് ആരും ചോദിക്കരുത്. അത് ആ സാറന്മാരുടെ വീഡിയോ ആണ്, അതിന് ഉത്തരം പറയേണ്ടത് അവരാണ്, ഞാനല്ല. അങ്ങനെയൊക്കെ പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാറേ അവിടെ ആ വീഡിയോയിൽ ഞങ്ങളിങ്ങനെ കണ്ടു, അതെന്താ അങ്ങനെ വന്നത്, ഇതെന്താ ഇങ്ങനെ വന്നത്? അത് ആ മാഷുമാരല്ലേ അതിനുത്തരം പറയേണ്ടത്, ഞാനല്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ട് അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ 12 ശ്രുതികൾ അല്ലെങ്കിൽ ക്രൊമാറ്റിക് സ്കെയിൽ എന്ന ഈ ഒരു പാഠം വലതു കൈയുടെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഇടത് കൈയുടെ ഭാഗം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇടത് കൈക്ക് ഇത് വായിക്കുവാനായിട്ടുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് സരിക.